ഹരേ കൃഷ്ണ, എല്ലാവർക്കും ലിബിദാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ചൈനീസ് വെളുത്തുള്ളിയെ കുറിച്ചിട്ടാണ്. ലോകത്തെ ഏറ്റവും അധികം വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ചൈന. ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വെളുത്തുള്ളിയാണ്. ഇത് ചൈനീസ് ഗാർലിക് എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വെളുത്തുള്ളിയേക്കാൾ വലിപ്പം ഉണ്ടാകും ഈ ചൈനീസ് വെളുത്തുള്ളിക്ക്. ഈ ചൈനീസ് വെളുത്തുള്ളിയിലെ കീടനാശിനിയുടെ അളവ് താരതമ്യേന വളരെയധികം കൂടുതലാണ്. മീഥൈൻ ബ്രോമൈഡ് എന്ന രാസവസ്തുവാണ് വെളുത്തുള്ളിയിലെ ചൈനീസ് കർഷകർ ഉപയോഗിക്കുന്നത്. അതിനാൽ ചൈനീസ് വെളുത്തുള്ളി ദീർഘകാലം കേടുകൂടാതിരിക്കുകയും ചെയ്യും. ഈ ചൈനീസ് വെളുത്തുള്ളി നിത്യേന കഴിച്ചാല് വൃക്കകൾ തകരാറിലാവുകയും കരളിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ചൈനീസ് വെളുത്തുള്ളി ആഹാരത്തിൽ പതിവാക്കിയാല് മറ്റ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾക്ക് വന്നേക്കാം. കീടനാശിനി കൂടുതൽ ഉപയോഗിച്ച് വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ നിത്യേന കഴിക്കുന്നത് അണുബാധ, ഗ്യാസ്, അൾസർ എന്നിവ ഉണ്ടാകുന്നതിന് കാരണമാകും. അതിനാൽ കഴിവുന്നതും ചൈനീസ് വെളുത്തുള്ളി ഒഴിവാക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. ഇതിന്റെ ദൂഷ്യഫലങ്ങൾ കണക്കിലെടുത്തിട്ട് 2014 കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്ത് ഈ ചൈനീസ് വെളുത്തുള്ളി നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചൈനീസ് വെളുത്തുള്ളിക്ക് നമ്മുടെ രാജ്യത്ത് നിരോധനം ഉണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ രാജ്യത്തിലെ വിപണിയിൽ സുലഭമായി ഇത് കിട്ടുന്നുണ്ട് എന്ന് കണ്ട് ഇത് ചൂണ്ടിക്കാട്ടി അഭിഭാഷകനായ മോത്തിലാൽ യാദവ് ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു. ഇതുപ്രകാരം ചൈനീസ് വെളുത്തുള്ളി ഇപ്പോഴും ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാകുന്നത് എങ്ങനെയെന്ന് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് അലഹബാദ് ഹൈക്കോടതി ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷാ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ നിയുക്ത ഉദ്യോഗസ്ഥനെ വിളിപ്പിച്ച് ഹൈക്കോടതി വിശദീകരണം തേടി. ഇത്തരം വസ്തുക്കൾ രാജ്യത്തേക്ക് എത്തുന്നത് തടയുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പാടാക്കണമെന്ന് കോടതിയുടെ ലക്നൗ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഈ ചൈനീസ് വെളുത്തുള്ളിയുടെ ഭംഗിയും അതുപോലെ തന്നെ വലിപ്പമൊക്കെ കണ്ടിട്ട് മേടിച്ച് ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് അതുപോലെ എട്ടിന്റെ പണിയായിട്ട് കിട്ടും. കാണാൻ കൊള്ളുന്നത് തിന്നാൻ കൊള്ളില്ല എന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് തന്നെ കാര്യം. അപ്പൊ ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്.